ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മലമേൽ എക്കോ ടൂറിസത്തിലോട്ട് പോവുക. അപ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആമിനിയും ഫാമിലിയും വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് അവർ ഞങ്ങളുടെ വീട്ടിൽ വരുന്നത്. അപ്പം അവർ വന്നപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി പോയി. അപ്പോഴത്തേക്കും ഞാൻ ഫുഡൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു അവർക്ക് കൊടുക്കാൻ ഞാൻ ഉണ്ടാക്കി വെച്ച ഫുഡ്. റൈസും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ, പിന്നെ സാലഡ്, പപ്പടം, പിന്നെ കുറച്ച് പാസ്ത കൊണ്ട് ഞാൻ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി പായസമൊക്കെ ആയിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ മലമേൽ എക്കോ ടൂറിസത്തിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി പ്ലേസാണ്. എൻ്റെ വീട്ടിൽ നിന്നൊരു 4.5 കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ. അങ്ങനെ നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു, മഴയൊക്കെ ഇല്ലായിരുന്നു, നല്ല വെയിലായിരുന്നു. ഞങ്ങൾ കുട്ടികളെല്ലാം കൂടെ കൊണ്ട് പോവുകയാണ് അങ്ങോട്ട്. 6 മണി തൊട്ട് 7 മണി വരെയാണ് കേട്ടോ അവിടുത്തെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത്. രാവിലെ 6 തൊട്ട് 7 മണി വരെ. അങ്ങനെ ഞങ്ങൾ ഓരോ പാറയുടെ മുകളിൽ ചെന്ന് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാര്യം ഒത്തിരി സ്പേസ് ഉണ്ടായിട്ട് അവർക്ക് ഇങ്ങനെ ഓടി കളിച്ച് നടക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ ഇവർ ഈ പാറയുടെ മണ്ട നല്ലതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന കാര്യം, നല്ല ചെടികളൊക്കെ വളർത്തി, പിന്നെ സൈഡിലൊക്കെ ഇതുപോലെ ഫെൻസിങ് ഒക്കെ ഇട്ടെടുക്കുന്നുണ്ടായിരുന്നു. നമുക്ക് പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അങ്ങനെ അടിപൊളിയായിരുന്നു. ഐസ് ബേബിക്കും ഐനൂസിനും എല്ലാവർക്കും പ്ലേസ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മോനും പിന്നെ ഇടയ്ക്കൊക്കെ ഞങ്ങളിവിടെ വരാറുള്ളതാണ്. അങ്ങനെ എല്ലാവർക്കും പ്ലേസൊക്കെ ഇഷ്ടപ്പെട്ടു. ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓരോ പാറയിലും ഇതിനക്ക് കയറി പോകണം. അപ്പോൾ ഇനി ടോപ്പിൽ ഒരു വലിയ പാറയുണ്ട്, അതിൻ്റെ മുകളിലോട്ട് ഞങ്ങളിനി പോവുകയാണ്. അപ്പം കുറച്ച് നേരം പിള്ളേർ കളിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും അങ്ങ് ക്ഷീണമൊക്കെ വന്നുകൊണ്ട് പിന്നെ ഞങ്ങൾ കോഫി കുടിക്കാനായിട്ട്, അവിടെ തന്നെ ഉണ്ട് കോഫി ഷോപ്പ്. അപ്പോൾ കോഫിയൊക്കെ കുടിക്കാനായിട്ട് അങ്ങോട്ട് കയറി കേട്ടോ. കയറിയപ്പോഴാണ് നല്ല അടിപൊളി ഓർഗാനിക് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നത് കണ്ടത്. നമ്മുടെ ഇതുപോലുള്ള പണ്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, മുള കൊണ്ടുള്ള ഐറ്റംസും ഡെക്കറേറ്റീവ് ഐറ്റംസും അതുപോലെ പായ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഫ്ലവറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടി. പിന്നെ നമ്മുടെ ഈ ചിരട്ട പുട്ട് മേക്കറൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങളതെല്ലാം ഒന്ന് കണ്ട് പിന്നെ പിള്ളേർക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്തു. ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെ വലിയ പാറയുടെ മുകളിലോട്ട് പോയത് കേട്ടോ. അവിടെ ഒത്തിരി ഐറ്റംസൊക്കെ ഉണ്ട് ഇവിടെ. ഇതെല്ലാം മുളംകുറ്റി, മുളയുടെ കുറ്റി ഉണ്ടല്ലോ, അതൊക്കെയാണ്. പിന്നെ ഇതുപോലെ ഈ കിളിക്കൂട്, ഇതൊക്കെ ഇങ്ങനെ ചകിരിക്കകത്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഞങ്ങളുടെ കോഫിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോഫി കുടിക്കാനായിട്ടിരുന്നു. എന്തായാലും നല്ലൊരു ഈവനിങ് ആയിരുന്നു. കുട്ടികളൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഓണമൊക്കെ വരികയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടില്ലാത്തവരെല്ലാം വന്ന് ഇതെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. 20 രൂപ കേട്ടോ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ഒരാൾക്ക്. അപ്പോൾ കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഓരോ പാറയിലോട്ടും കയറാൻ പോവാം കേട്ടോ. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഓരോ പാറയുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിനി അങ്ങോട്ട് പതുക്കെ നടന്ന് അങ്ങോട്ട് കയറുകയാണ്. അപ്പോഴത്തേക്ക് നല്ല വെയിലായിരുന്നു കേട്ടോ. വീഡിയോസൊക്കെ എടുക്കാൻ കുറച്ച് പാടായിരുന്നു, ഓവർ ലൈറ്റ് ഇങ്ങനെ വരുന്നതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ ദാണ്ട് ഇതുപോലെ ഒരു മരം കണ്ടു കേട്ടോ. അത് നിറച്ചിങ്ങനെ കായ പിടിച്ച് കിടക്കുകയാണ്. ഇതിൻ്റെ പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, എനിക്കറിയത്തില്ലായിരുന്നു. പിള്ളേരൊക്കെ ഇങ്ങനെ ഓടി നടന്ന് അവർ പെട്ടെന്ന് അങ്ങ് കയറിപ്പോയി കേട്ടോ. ഞങ്ങൾ പതുക്കെ ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്ത് ഓരോ സ്ഥലങ്ങളും പാറകളൊക്കെ കണ്ട് കുറേ സ്ഥലത്ത് നിർത്തി ഞാനും ആമയും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അടിപൊളിയായിട്ട് ഇങ്ങനെ ആ വലിയ പാറയുടെ മണ്ടയിലോട്ട് കയറാൻ പോകും കേട്ടോ. അതൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. നല്ല പാടാണ് അങ്ങോട്ട് കയറി പോകാൻ വേണ്ടി. കാര്യം നല്ല വലിയ പാറകളുടെ ഇടയ്ക്കൂടെ നമ്മൾ പതുക്കെ കയറി പോകണം. അപ്പോൾ ഐസു ബേബി ആണെങ്കിൽ പിന്നെ ലാസ്റ്റ് വടക്കായി, ഹൈറ്റിലോട്ട് കയറാനായിട്ട് പേടിയായിരുന്നു. പിന്നെ അവളെ എടുത്തിട്ട് വേണമായിരുന്നു ഞങ്ങൾക്ക് മുകളിലോട്ടൊക്കെ കയറാനായിട്ട്. അബിയും ഐനൂസൊക്കെ പെട്ടെന്ന് തന്നെ കയറിപ്പോയി കേട്ടോ. പക്ഷേ ഇത്രയും വെയിലും നല്ല ചൂടുണ്ടെങ്കിലും പോലും നമ്മൾ ഈ പാറയുടെ മുകളിൽ നിൽക്കുമ്പോഴത്തേക്ക് നല്ല കാറ്റാണ്, ഭയങ്കര കാറ്റാണ്. അപ്പോൾ ഞങ്ങൾ ആ ഏറ്റവും ടോപ്പിലുള്ള പാറയുടെ മണ്ടയിൽ കയറി കേട്ടോ. അവിടുത്തെ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്, സൂപ്പറാണ്. ആ കാറ്റ് കണ്ടോ, നല്ല ഒത്തിരി കാറ്റുണ്ട്. പിന്നെ കുറച്ച് സമയം നമ്മൾ ആ ക്ഷീണിച്ച് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു.
അങ്ങനെ അടിപൊളി ഒരു ഈവനിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബായ്.